ചെടിച്ചട്ടിയിൽ വലിയൊരു വൃക്ഷം, അതിന് അത്രത്തോളം സൂര്യപ്രകാശം ചെല്ലിനോടത്ത് എവിടേക്ക് വൃക്ഷത്തിൻ്റെ വളർച്ച കിട്ടുന്നത് അതിലൊക്കെ ഓരോ സോളാർ റേഡിയേഷൻ ഇതാണ്. സോളാർ റേഡിയേഷൻ അല്ല, സോളാർ റേഡിയേഷൻ സെൻസർ വയ്ക്കുന്നു ഇവിടെയൊക്കെ ചെടികളുടെ ഇടയിൽ. അപ്പോൾ ഏത് ഭാഗത്തേക്ക് വെളിച്ചം തട്ടാത്ത ഭാഗത്ത് ചിലപ്പോൾ വളർച്ച കുറവായിരിക്കണോ, തട്ടുന്ന ഭാഗത്ത് സൂര്യപ്രകാശം കയറ്റുന്ന ഭാഗത്ത് വെളിച്ചം കൂടുതൽ വളർച്ച കൂടുതലായിരിക്കും. അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നല്ലതാണ്. പിന്നെ ഇത് ഹ്യൂമിഡിറ്റി, ഈർപ്പം തോറുണ്ട് ആ ചെടിയുടെ ഭാഗത്ത് അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു ഒട്ടകത്തിൻ്റെ വാലിൻ്റെ ചെറിയ രോമങ്ങൾ എടുത്തിട്ട് ഒരു സ്പ്രിങ് വെച്ചിട്ട് ഒരു കോയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതൊക്കെ ഈ മീറ്ററിലേക്ക് കണക്ഷൻ വരും. ഇത് കണ്ട, ഇത് വിൻഡിൻ്റെ കാറ്റ് തിരിയണത് ഇങ്ങനെ കിടന്ന് കാറ്റ് ഇങ്ങനെ കിടന്ന് തിരിയും. അപ്പോൾ ഒരു റൊട്ടേഷൻ ഇതിൻ്റെ ഉള്ളിൽ 4 തല LDR LED കൂടി അതിങ്ങനെ തിരിയുമ്പോൾ ഈ ലൈറ്റിനെ കട്ട് ചെയ്യും. ഈ 4 തലകളിൽ തിരിയും. ഇതിൻ്റെ ഉള്ളിലുള്ളത് തല ഇല്ലാത്ത ഭാഗത്ത് എത്തുമ്പോൾ കട്ടാണ്. അതിൽ ഈ കൗണ്ടറിൽ ഇത് കൗണ്ട് ചെയ്യും. ഇതിൻ്റെ ഗതി എത്രത്തോളം സ്പീഡുണ്ടായി കാറ്റിന് ഒക്കെ. ഇത് വിൻഡ് ഡയറക്ഷൻ വേണ്ട. ഇത് നോർത്തിലേക്ക് തിരിഞ്ഞ് വെച്ചിട്ട് സെറ്റ് ചെയ്യുക. നോർത്തിലേക്ക് 0 ആയിക്കുക ഈ ഭാഗം നോക്കുക. എന്നിട്ട് പിന്നെ അവിടെ 360 ഡിഗ്രി 0, 90, 180, 270, 360 ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും, ക്ലോക്ക് വൈസ് ആയിട്ട് കറങ്ങുന്നത്. അങ്ങനെ കാലാവസ്ഥ. ഇത് ടെമ്പറേച്ചർ, ചെടികൾക്ക് എത്രത്തോളം ചൂട് വേണം. സൂര്യപ്രകാശിൻ്റെ ലക്സ് ഉണ്ട്, പ്രകാശിൻ്റെ വാട്ട്സ് ഉണ്ട്, അതിൻ്റെ ഹീറ്റ് ചൂട് അതിന് അതൊക്കെ അറിയാനുള്ളത്. ഇതിന് LCD LCDയും കൗണ്ടറും ഉണ്ട്. ഇങ്ങനത്തെ കൗണ്ടർ ഞാൻ ഇതിലൊക്കെ കൗണ്ട് ചെയ്യും. ഇത്ര ഒരു പ്രത്യേക IC സർക്യൂട്ടൊക്കെ ഞാൻ അതിൽ വരച്ചിട്ട് ഇതിന് മുമ്പുള്ളത് ഇതൊക്കെ കേബിളുകൾ വന്നിട്ട് ചെയ്യലും. എന്നിട്ട് അതിൻ്റെ റെക്കോർഡറിലേക്ക് ആണെങ്കിൽ മണ്ണിന് ഇതൊക്കെ ഒരു ടെമ്പറേച്ചർ കണ്ട. ഇത് സോയിൽ മോയ്സ്ചർ, ഈർപ്പറിയ മണ്ണിൻ്റെ ഇത് ഒരു കേബിൾ ഇത് രണ്ടും കൂടിയിട്ടുള്ളത് കണക്ഷൻ. ഇതിൽ നിന്ന് ഇങ്ങനെ മണ്ണിൻ്റെ ഇതിൽ നിന്ന് കണക്ഷൻ വരും, ഒരു സോയിലിൻ്റെ കണക്ഷൻ. അപ്പോൾ ഇത് മീറ്ററിൽ അറിയാം ഡിജിറ്റലായിട്ട്. പിന്നെ ഈ മണ്ണിൽ കുഴിച്ചിടും, മണ്ണിൽ ടെമ്പറേച്ചർ. അപ്പോൾ മണ്ണിൻ്റെ ടെമ്പറേച്ചർ അറിയാം. എയറിൽ വയ്ക്കും, അപ്പോൾ ലീഫും വയ്ക്കും ഇലയമ, അപ്പോൾ ലീഫിൻ്റെ ടെമ്പറേച്ചർ. പിന്നെ വലിയ സ്റ്റോറേജുകളിലേക്ക് വലിയ ഫ്രീസർ, അതിലൊക്കെ വലിയ മത്സ്യങ്ങളുടെ അറിയാൻ വേണ്ടി അതിലൊക്കെ കുത്തി വയ്ക്കും. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ഇത് വലിയ റെക്കോർഡുകൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്യും. AC-യിലൊരു റെക്കോർഡിൻ്റെ പ്ലഗ് കുത്തിയിട്ട് അതിൽ അപ്പോൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊക്കെ ഓരോ ചാർട്ടുകളനുസരിച്ച് ഇത് എത്രത്തോളം ചൂടുണ്ടായി, എത്രത്തോളം തണുപ്പുണ്ടായി, എത്രത്തോളം സൂര്യപ്രകാശം അടിച്ചു എന്നൊക്കെ. പിന്നെയും അതത് വേറെ മെമ്മറി മോഡ്യൂൾ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് ഈ മീറ്ററിൽ നിന്ന് കുത്തിയിട്ട് മെമ്മറി മോഡിൽ കണക്ട് ചെയ്താൽ കമ്പ്യൂട്ടറിൽ എന്നിട്ട് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്താൽ ഇതിൻ്റെ വോൾട്ടേജുകളൊക്കെ അറിയാം. എത്ര വോൾട്ടേജ് ഒക്കെ 4.7 വോൾട്ടേജിലായതൊക്കെ വർക്ക് ചെയ്യുന്നത്. ശേഷം 6 വോൾട്ട് 6 വോൾട്ടിൽ ഒരു ചാനലിൽ ഈ സോളാർ റേഡിയേഷൻ, 6 വോൾട്ടിൽ ഒരു ചാനലിൽ ഹ്യൂമിഡിറ്റി, 6 വോൾട്ടിൽ അടുത്ത ചാനൽ, പിന്നെ അങ്ങനെ ഓരോ ചാനൽ 16 ചാനലിൽ വർക്ക് ചെയ്യുന്നത് വെതർ സ്റ്റേഷനുകളുടെ മീറ്റർ. അങ്ങനെയാണ്. ഇനി ഈ മെമ്മറി മോഡുകളിൽ കണക്ഷൻ വന്ന് ഇത് പ്രിൻ്ററിൽ പ്രിൻ്റ് ചെയ്ത് വരും. ഇതിൻ്റെ വേണമെങ്കിൽ ഇപ്പോൾ കമ്പ്യൂട്ടറിൽ പ്രിൻ്റ് ചെയ്ത് വരും. പിന്നെ വെള്ളത്തിൽ ടെമ്പറേച്ചർ, വെള്ളത്തിനകത്ത് വാട്ടറിൻ്റെ തണുപ്പറിയാം. വെള്ളം ചൂടാകുമ്പോൾ വാട്ടർ ചൂടാവില്ല, അതൊക്കെ ഇതിൽ റീഡിങ് ചെയ്യും. തണുപ്പറിയാം, വെള്ളത്തിൻ്റെ തണുപ്പ് ഇപ്പോഴത്തെ അപ്പുള്ളതൊക്കെ അതേ സമയം ഇതിൽ റെക്കോർഡ് ചെയ്യുകയും ചെയ്യും. ഇതിൽ മീറ്ററിൽ ഡിജിറ്റൽ കാണിക്കുകയും ചെയ്യും. ഡിജിറ്റൽ LCD ഇതൊരു ഇവാപറേഷൻ മീറ്റർ. ഒരു വലിയ പാൻ, ഒരു പാത്രത്തിൽ വെള്ളമാക്കിയിട്ട് അതിലിത് വയ്ക്കും. നടുക്കിൽ ഒരു വെയിറ്റ്, അതിൽ മുകളിൽ കോയിൽ, അടിയിൽ ഫ്ലോട്ടാണ്. ആ ഫ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്ലോട്ടിങ്ങനെ പൊന്തി വെള്ളം ഈ നീരാവി ഇറങ്ങി വെള്ളം ചൂടായി ഇങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ വെള്ളം ഇതിൽ കുറഞ്ഞില്ലേ. അപ്പോൾ ഈ ഫ്ലോട്ടിൽ കമ്പി വെച്ചിട്ടുണ്ട്, ഒരു ഫ്ലോട്ട് അത് ഇറങ്ങി വരുമ്പോൾ വെള്ളത്തോളം നീരാവി പോയിട്ടുണ്ടെന്നറിയാം. അത് ഇതിലറിയാം, ആൾക്ക് ഇതിലറിയാം, മീറ്ററിലറിയാം. അതുമാതിരി ഇത്
ഇതൊക്കെ കോയിൽ ഇത് സാനിറ്റി കടലിൻ്റെ അടിയിലത്തെ ഉപ്പിൻ്റെ എത്രത്തോളം എന്ന് അറിയാം പ്ലാറ്റിനം കൊണ്ടുള്ള ഗ്ലാസ് ട്യൂബാണ്. എൻ്റെ രണ്ട് സ്ഥലത്ത് പ്ലാറ്റിനം വെച്ചിട്ട് അതൊക്കെ കേബിൾ അതൊക്കെ മീറ്ററിൽ കണക്ട് ചെയ്യും. പിന്നെ ഈ കടലിൽ ഇങ്ങനെ എത്രത്തോളം സ്പീഡുണ്ട് മത്സ്യങ്ങൾ എവിടേക്കാണുള്ളതെന്നൊക്കെ അറിയാനുള്ളത്. പിന്നെ ഇതൊക്കെ കോയിലും കൂർണ്ണമുള്ള ഇത് ഒരു ബെല്ലോ സ്റ്റീൽ ബെല്ലോ അതിലൊരു കോയിൽ ഇതൊക്കെ സെൻസ് ചെയ്യണം. ഇതിൻ്റെ ബോർഡുകളും ഒക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇത് സിൽട്ട് ചളി അറിയാൻ വേണ്ടി ചളിയിലേക്ക് വയ്ക്കുമ്പോൾ ഇതിൻ്റെ സിൽട്ട് ഇത് ചളിയും വരെ ഇതിനനുസരിച്ച് ഇത് പൊന്തും. അതൊക്കെ കോയിൽ സെൻസ് ചെയ്യണം. അതൊക്കെ കോയിൽ സെൻസ് ചെയ്യുന്ന സാധനമല്ല. മദർ ബോർഡ് അത് നൈറ്റ് ആമുണ്ട് പോസിറ്റീവ് ആമുണ്ട്. സാനിറ്റി ഇത് ഉപ്പിൻ്റെ നൈറ്റ് ആമ് മദർ ബോർഡ് ഇതൊക്കെ മദർ ബോർഡ് വേണം. ഇതിനൊക്കെ മദർ ബോർഡ് വേണം. ടെമ്പറേച്ചറിന് മദർ ബോർഡ് വേണ്ട. സോയിൽ മോയ്സ്ചറിന് നൈറ്റ് ആമ അതിന് മദർ ബോർഡ് വേണം. അതൊക്കെ അതിൽ കണക്ട് ചെയ്തിട്ട് അതൊക്കെ അറിയണം. ഇത് മണ്ണ് വറുത്ത് പൊടിച്ചിട്ട് അതിൽ എത്രത്തോളം അതിൻ്റെ വെള്ളത്തിൻ്റെ ഡെൻസിറ്റിയും പിന്നെ മണ്ണിൻ്റെ ഫെർട്ടിലിറ്റിയും ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള. പിന്നെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പ്രിങ് വലിച്ചു കഴിഞ്ഞാൽ ഈ മണ്ണൊക്കെ അടിയിരിക്കും. അപ്പോൾ ഇതിൽ കൂടെ ഈ വെള്ളം മണ്ണും കൂടിയിട്ട് ഇപ്പുറത്തേക്ക് പോകും. പിന്നെ വീണ്ടും വെള്ളം നിറച്ചിട്ട് അങ്ങനെ ടെസ്റ്റ് ചെയ്യണം. ഇതൊക്കെ കോയിൽ തന്നെയാണ്. ഒക്കെ കോയിലിൻ്റെ ഇത് വെച്ചിട്ട് ഇതറിയേണ്ടതാണ്. കോയിലിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഈ സെൻസർ ഇറങ്ങി പോകുമ്പോൾ അതിൽ റെഡിയാകും. ഇതൊക്കെ കോർ തന്നെ, അതിൻ്റെ ഉള്ളും കോറുണ്ട്. ഇതറിയാൻ വേണ്ടിയിട്ട് വന്നിട്ട് ഇത് ഡെപ്ത്ത് വെള്ളത്തിൻ്റെ ആഴം ഓരോ മീറ്റർ ടൈപ്പ് ഉണ്ട്. ചുറ്റി വയ്ക്കും. ഇത് ഓരോ മീറ്ററിൽ 1 മീറ്ററിൽ 100 കാണിക്കും. അപ്പോൾ 100 ഇഞ്ച് പിന്നെ 90 80 അങ്ങനെ 1 2 3 അങ്ങനെയൊക്കെ റീഡിങ് കാണിക്കും. 100 ആകുമ്പോൾ 1 മീറ്റർ, 200 ആകുമ്പോൾ 2 മീറ്റർ, 300 3 400 4 മീറ്റർ അങ്ങനെ കാണിക്കുക. ഇതിൻ്റെ ഉള്ളിൽ ബെല്ല ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കാരണം ഉണ്ട്. അപ്പോൾ കോറ് മുകളിലേക്ക് പോകും. ഇതിൻ്റെ പുറമേക്ക് വെള്ളം വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ട് സൈഡിൽ പുറമേക്ക് വെള്ളം വന്നാൽ ഈ ബെല്ലോ സ്റ്റീൽ ബെല്ലോ കീപ്പിട്ട് ഇടും. അപ്പോൾ അതിൻ്റെയൊക്കെ റീഡിങ്ങൊക്കെ ഇതൊക്കെ കോയിലും കോറായിട്ടുള്ളത്. ഇത് അങ്ങനെയല്ല. ഈ LED കുറച്ച് ഒരു 5-6 LED വെച്ചിട്ട് ടർബിഡിറ്റി അതിൽ വെള്ളം കലങ്ങി വെള്ളം അതിൽ പോകുമ്പോൾ LDR അപ്പോൾ ഈ കൊടുക്കാൻ ഇത് പോകുമ്പോൾ റീഡിങ് മാറി. ഇതിന് 3 വയർ വേണം. ഇതിനൊക്കെ 2 വയർ മതി. ഇതിനൊക്കെ 2 വയറുകൾ ഇതിനൊക്കെ ടർബിഡിറ്റിക്ക് 3 വയർ, റെഡ് ഗ്രീൻ ബ്ലാക്ക് 3 വയർ വേണം. EST മീറ്റർ ഉണ്ട്, EST RD മീറ്റർ ഉണ്ട്. സാലിനിറ്റി ടെമ്പറേച്ചർ റേഡിയേഷൻ ഡെപ്ത്ത് ആഴക്കാർ. സാലിനിറ്റി എന്ന് പറഞ്ഞാൽ ഉപ്പിൻ്റെ ടെമ്പറേച്ചറിൻ്റെ ചൂട് തണുപ്പ്, റേഡിയേഷൻ സൂര്യപ്രകാശം, കടലിൻ്റെ അണ്ടർ വാട്ടർ കടലിൻ്റെ അടിയിലുള്ളത് അതിന് കടലിൻ്റെ അടിയിൽ വയ്ക്കും. അണ്ടർ വാട്ടർ സോളാർ റേഡിയേഷൻ. പിന്നെ ഡെപ്ത്ത് വെള്ളത്തിൻ്റെ കടലിൻ്റെ വെച്ച് അറിയാനുള്ള അങ്ങനെ സെൻസറുകൾ ഇതൊക്കെ കൂടിയ മീറ്ററുകളുടെ ഇതൊക്കെ കൂടിയിട്ടൊരു മീറ്റർ ഉണ്ടാക്കുക കാലാവസ്ഥേനെ. അപ്പോഴാണ് കാലാവസ്ഥ എങ്ങനെയാണെന്നുള്ളത് അറിയുക. നിങ്ങളുടെ വെതർ സ്റ്റേഷൻ.